ബാക്കി 4 ടാസ്കുകളെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വൺ ഇസ് റീ ഓർഡർ പാരഗ്രാഫാണ്. അതിനകത്ത് കുറേ സെൻറ്റൻസസ് തന്നിട്ടുണ്ടാവും, നമ്മൾ ഓർഡറിലാക്കിയിട്ട് മാറ്റണം. അപ്പോൾ ഫസ്റ്റ് വി നീഡ് ടു ഐഡൻറ്റിഫൈ ദ ഇൻഡിപെൻഡൻറ്റ് സെൻറ്റൻസ്. ഈ ഇൻഡിപെൻഡൻറ്റ് സെൻറ്റൻസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ കണക്റ്റഡ് ആയിട്ടുള്ള ബാക്കിയുള്ള സെൻറ്റൻസസ് ഒക്കെ കണ്ടുപിടിക്കാൻ നമുക്ക് ഈസിയാണ്. അപ്പം ഇതാണ് ടാസ്ക്. ഇൻ ഓർഡർ ടു ഐഡൻറ്റിഫൈ ദിസ് ഇൻഡിപെൻഡൻറ്റ് സെൻറ്റൻസ് നമുക്കൊരു സിമ്പിൾ ക്വിക്ക് ടെക്നിക്ക് ഉണ്ട് കേട്ടോ. അതാണ് പ്രൊനൗൺ റെഫറൻസിങ്. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. മിസ്റ്റർ ജോൺ വെൻറ്റ് ടു ഹോസ്പിറ്റൽ, അതാണ് സെൻറ്റൻസ് എന്നിരിക്കട്ടെ. അതിനുശേഷം ഞാൻ പറയുകയാണ് ഹി ദെൻ വെൻറ്റ് ടു എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോൾ ഈ ഹി, ഷീ, ഇറ്റ്, വി എന്നൊക്കെയുള്ള അതെന്താണ്, പ്രൊനൗൺസ് ആണ്. അപ്പം അത് നമ്മൾ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഇതിൻ്റെ മുമ്പേ റെഫർ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ ബാക്കിയുള്ള സെൻറ്റൻസിൽ എന്ന് വിചാരിക്കണം. അതാണ് ഒരു ടെക്നിക്ക്. അപ്പം ഈ മിസ്റ്റർ ജോൺ അല്ലെങ്കിൽ ഏതെങ്കിലും ഇവൻറ്റിനെ പറ്റി പറയുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ്, ആ സബ്ജക്റ്റിനെ പറ്റി പറയുന്ന സെൻറ്റൻസ് അല്ലെങ്കിൽ ഒരു കോട്ട്, ഇതൊക്കെ ആയിരിക്കും ഇൻഡിപെൻഡൻറ്റ് സെൻറ്റൻസസ് ആയിട്ട് വരിക. അപ്പോൾ അത് ഓർത്ത് വയ്ക്കും.